ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുഖകരമല്ലാത്ത തരത്തിലേക്ക് മാറുകയാണ്. നേരത്തെ ഈ നദീജല തർക്കം ഉണ്ടായിരുന്നു. പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ചില ഇടപെടലുകൾ നടത്തുന്നു എന്ന് വന്നിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒന്നും ഇറക്കുമതി ചെയ്യേണ്ട, ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചതായി പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? അതായത് ഇന്ത്യ ഇപ്പോൾ പ്രാക്ടിക്കലി ഓൾ ട്രേഡ് സസ്പെൻഡഡ് എന്നുള്ളൊരു കണ്ടീഷനിലാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിടപാടുമില്ല. പിന്നെ അല്പം എങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പോർട്ടാണ്. അതൊരു പേരിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഫാർമസ്യൂട്ടിക്കൽസ് ഐറ്റംസ് നമ്മൾ കയറ്റി അയക്കുന്നു, അങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട്. പക്ഷെ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഏർപ്പാടില്ല. പാകിസ്ഥാൻ്റെ വല്ല ഉണ്ടോ? അത് വേറൊരു പ്രശ്നം. പിന്നെ മോഡിയുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നോ മണി ടു ടെറർ സ്റ്റേറ്റ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അവരുടെ. ഭീകര രാഷ്ട്രമായ പാകിസ്ഥാന് നയ പൈസ കൊടുക്കുന്ന ഏർപ്പാടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഈ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഇമ്പോർട്ട് നടത്തിയിരിക്കുന്നത് 0 ആണ്. ഒരു സാധനവും ഇറക്കുമതി ചെയ്തിട്ടില്ല, ഒരു ഐറ്റവും ഇറക്കുമതി ചെയ്യുന്നില്ല. അതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡ്. അപ്പോൾ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1996 തൊട്ട് 2019 വരെ പാകിസ്ഥാൻ ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുത്തിരുന്നു, MFN എന്ന് പറഞ്ഞിട്ട്, മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നും പറഞ്ഞിട്ട്. ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് അവർക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ വലിയ അടുപ്പമുണ്ടായിരുന്നു. അതുമാത്രമല്ല, പല രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലയബിൾ സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പാകിസ്ഥാനും അത് ഉപയോഗപ്പെടുത്താവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ മാറ്റം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസ്. ബിസിനസ്സൊക്കെ പറയും, ബിസിനസ്സിൽ സ്നേഹമൊക്കെ പറയും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ടെറർ, ഇന്ത്യക്കെതിരെ ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസ് കം ടെറർ അറ്റാക്സ് അക്രോസ് ദി ബോർഡർ. ഇപ്പോഴും കാശ്മീരിൽ നമ്മുടെ പട്ടാളക്കാർ പാകിസ്ഥാൻ കയറ്റിവിട്ട ഭീകരവാദികളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് ഈ വർഷം മുഴുവനും, ഒരു വർഷത്തിൽ 365 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം അവരുണ്ടായിക്കൊണ്ടിരിക്കുന്ന ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ ഈ പറഞ്ഞ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നുള്ള സ്റ്റേറ്റസ് എടുത്ത് കളയാനായിട്ട് പ്രത്യേകിച്ചുണ്ടായിരുന്ന കാര്യം, ഓഫ് കോഴ്സ് ക്രോസ് ബോർഡർ ടെററിസം ഉണ്ട്, ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുകൂടാതെ അത് ഏറ്റവും സോളിഡായിട്ട് സംഭവിച്ചത് പുൽവാമയിലാണ്. പുൽവാമയിൽ അവർ ഇന്ത്യയുടെ സെക്യൂരിറ്റി പേഴ്സണൽ യാത്ര ചെയ്തിരുന്ന വാഹനം ആക്രമിക്കുകയും അതിൽ 40ഓളം പേര് കൊല്ലപ്പെടുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇത് ഇനി വേണ്ട, ഇവരായിട്ടുള്ള ഏർപ്പാട് വേണ്ട എന്ന് ഇന്ത്യ തീരുമാനിച്ചു. പണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റൊക്കെ ആയിരുന്നപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാവും, 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ നടത്തും, അത് കഴിയുമ്പോൾ തീരുമാനമായിരുന്നു. പക്ഷേ മോഡിയുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് അതല്ല. മോഡി അന്ന് തന്നെ തീരുമാനിച്ചു, ഇനി മതി, ഇത്രയും മതി, ഇനഫ് ഈസ് ഇനഫ് എന്നുള്ളൊരു തീരുമാനം അദ്ദേഹം എടുത്തു. അപ്പോൾ പുൽവാമയോട് കൂടിയാണ് കാര്യങ്ങൾ ഇത്രയും മാറി മറിഞ്ഞത്. പിന്നെ ലിങ്ക്സ് ടു പാകിസ്ഥാൻ ആ സംഭവത്തിൽ ഇറ്റ് ഹാസ് ബിൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആൻ ഇൻകോൺട്രവേർട്ടിബിൾ മാനർ. അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പാകിസ്ഥാനിൽ. അത് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ഈ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നുള്ള സ്റ്റേറ്റസ് എടുത്ത് കളഞ്ഞു. ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പരിഗണന കൊടുക്കുന്ന രാജ്യം എന്നുള്ള പട്ടികയിൽ നിന്ന് അത് വിട്ട് കളഞ്ഞു, അവരെ ഉപേക്ഷിച്ച്. അപ്പോൾ അതുകൂടാതെ വേറൊരു പോളിസി കൂടി അവർ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ സ്വീകരിച്ചു. അതായത് 200% ഇമ്പോർട്ട് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ഇമ്പോർട്ടഡ് ഫ്രം പാകിസ്ഥാൻ. നമ്മുടെ ഈ ഈന്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ നിരോധിച്ചിരിക്കുക. അവിടെ പാകിസ്ഥാനിൽ നിന്ന് വരികയാണെങ്കിൽ അതിന് 200-300 ഇരട്ടി ഡ്യൂട്ടി ആക്കി. അപ്പോൾ ഇവർ ദുബായിലെത്തിച്ച് അവിടുന്ന് കള്ളക്കടത്ത് നടത്തുന്നു എന്നും പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസമായിട്ട് ഈ ഡേറ്റ്സ് ഈന്തപ്പഴമാണുള്ള ന്യൂസിൽ, അതിൽ സ്വർണ്ണമൊക്കെ കണ്ടുപിടിച്ചെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നമുണ്ട്. പിന്നെ അത് കൂടാതെ പാകിസ്ഥാൻ ചെയ്തിരുന്ന വേറൊരു പരിപാടി ഈ നാർക്കോട്ടിക് ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഈ പല പോപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഡ്രഗ്സ് സാധനങ്ങളൊക്കെ അതിൻ്റെ കച്ചവടം നടത്തിയിട്ട് ആ പണം കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവിടെ അതിൽ നിന്നും കിട്ടുന്ന പണം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഇത് ഇന്ത്യ പ്രകോപിപ്പിച്ച മറ്റൊരു പ്രശ്നമാണ്. അതോട് കൂടി പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഇവരുമായിട്ട് ഒരു തരത്തിലും ഒരു പണിയും നടക്കില്ല എന്നുള്ള തീരുമാനമായി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റായിട്ടാണ് കണ്ടിരുന്നത്. പൊളിറ്റിക്സ് അങ്ങനെ നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, ട്രേഡ് വേറെ പൊളിറ്റിക്സ് വേറെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അത് പലപ്പോഴും വേറെ ഈ സ്പോർട്സിൻ്റെ കാര്യത്തിലും അങ്ങനെ പറയാറുണ്ട്.
സ്പോർട്സും പൊളിറ്റിക്സും തമ്മിൽ മിക്സ് ചെയ്യരുത്. നമ്മൾ 1984 അത് വളരെ കാര്യമായിട്ട് കേട്ടിരുന്നു. 1980 അമേരിക്കൻ സ്വാധീനത്തിലുള്ള രാജ്യങ്ങളൊക്കെ മോസ്കോ ഒളിമ്പിക്സ് ബോയ്ക്കോട്ട് ചെയ്തു. 1984 അമേരിക്കയിൽ ഒളിമ്പിക്സ് നടന്നപ്പോൾ റഷ്യയുടെ നേതൃത്വത്തിൽ അവർ ബോയ്ക്കോട്ട് ചെയ്തു. അന്നൊക്കെ കേട്ടിരുന്നൊരു വലിയ മുദ്രാവാക്യമാണ് ഇത് പാടില്ല, സ്പോർട്സിൽ രാഷ്ട്രീയം കലർത്തരുത്, രാഷ്ട്രീയം കലർത്തലും കായിക വിനോദത്തിലും. അപ്പോൾ കായിക വിനോദത്തിൽ അടക്കം ഇപ്പോൾ രാഷ്ട്രീയം വേണ്ട പോലെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് മോഡി സ്റ്റെപ്സ് എടുക്കുന്നത്. ക്രിക്കറ്റും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, പാകിസ്ഥാൻ്റെ ക്രിക്കറ്റും ബാറ്റും ബോളും ഒക്കെ അവിടെ പാകിസ്ഥാനിൽ തന്നെ ഇരുന്നോട്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് മോഡിയുടെ സ്റ്റാൻഡ്. അപ്പോൾ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടന്നു കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിൽ നിന്നും കിട്ടുന്ന അത്രയും റവന്യൂ പണം ഇത്രയും വേറെ ആരും. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവൻ മരണ പ്രശ്നമാണ്. ഇന്ത്യയായിട്ട് കളിച്ചാലേ അവർക്ക് ശരിക്കും റവന്യൂ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഇന്ത്യക്കാണെങ്കിൽ ഒരു കോട്ടമില്ല. ഇന്ത്യ BCCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് വേൾഡിലെ ഏറ്റവും സ്ട്രോങ് ബോഡിയാണ്, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് അതുകൊണ്ടൊരു ക്ഷീണമില്ല. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ ഇൻറ്റേർണലായിട്ട് ഇവിടെ ക്രിക്കറ്റ് കളി അതും നടത്തണം. IPL ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്ലെയേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇഷ്ടംപോലെ പ്ലെയേഴ്സാണ്. ഫസ്റ്റ് 11 മാറ്റി നിർത്തി സെക്കൻഡ് 11 ആണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ട് കളിക്കുന്നത്. ആ സൗത്ത് ആഫ്രിക്കനെയൊക്കെ അടിച്ച് പൊളിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ ന്യൂസിലൻഡൊക്കെ ആയിട്ട് തോറ്റായിരുന്നു ഒരു സീരീസ്. അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സും അത് വേറെ ആയിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ആസ് ഫാർ ആസ് ദി ടാലൻറ്റ് ഈസ് കൺസേൺഡ് ഇഷ്ടംപോലെ ക്രിക്കറ്റ് പ്ലെയേഴ്സായിപ്പോയി ഇപ്പോൾ ഇവിടുത്തെ ഇൻ്റേർണൽ ക്രിക്കറ്റും ബാക്കി കളികളൊക്കെ കൂടി. അപ്പോൾ പാകിസ്ഥാൻ അതേസമയം പാകിസ്ഥാനി ക്രിക്കറ്റ് വളരെ മോശമാവുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ മോഡി എന്തായാലും പാകിസ്ഥാൻ എന്തെങ്കിലും കളി കളിച്ചാൽ തിരിച്ച് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ പാകിസ്ഥാനി ഫൈനാൻസ് മിനിസ്റ്റർ ഇഷാഖ് ദറും പറഞ്ഞിട്ടുണ്ട് ഇത് പാകിസ്ഥാന് വളരെ കഷ്ടപ്പാടാണ്, ഇന്ത്യ സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇന്ത്യ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി എന്നാണ് പലരും. അതെ, ലോകത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റല്ലേ ഇന്ത്യ. ഇപ്പോൾ ചൈനയ്ക്ക് പോലും ഇന്ത്യ ഇല്ലെങ്കിൽ ഇന്ത്യ ഒരു വിലക്കേർപ്പെടുത്തിയാൽ ചിന്തിക്കാൻ പറ്റില്ല. ചൈനീസ് പ്രൊഡക്റ്റ് എന്തുമാത്രമാണ് നമ്മുടെ നാട്ടിൽ വിൽക്കുന്നത്. അതെ. പിന്നെ ഇന്ത്യ 2030 ആകുമ്പോഴേക്കും 3rd ബിഗസ്റ്റ് എക്കോണമി ആകും എന്നൊക്കെയാണ് കുറച്ച് ഒപ്റ്റിമിസ്റ്റിക് ഒരു പെർസെപ്ഷൻ അതിനെ പറ്റിയുള്ളത്. പിന്നെ പാക് GDP എന്ന് പറഞ്ഞാൽ ഓൺലി 1/10 ഓഫ് ദി ഇന്ത്യൻ GDP അതൊക്കെയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയായിട്ട് സാമ്പത്തികമായിട്ട് മത്സരിക്കാൻ കഴിയില്ല. അതാണ് അവസ്ഥ. ഇപ്പം ഇങ്ങനത്തെ ഒരു രീതി ആയതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായി. മാത്രമല്ല ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ഫോറിൻ എയ്ഡ് കൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. സൗദിയിൽ നിന്ന് അമേരിക്ക IMF പിന്നാലെ നടക്കുകയാണ്. പിന്നെ അവർക്ക് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്കൈ റോക്കറ്റിംഗ് ഇൻഫ്ലേഷനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡെറ്റ് ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ചൈനയുമായിട്ടൊക്കെ സഹകരിച്ച് പലതും നടക്കുന്നുണ്ട്, ലോൺ എടുക്കുന്നുണ്ട്. കാര്യം പാകിസ്ഥാന് ലോണിന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹറാമാണ്. പക്ഷേ ചൈനയ്ക്ക് ഹറാമല്ല. ചൈന കാശ് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കത് കിട്ടണം. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യയുമായിട്ട് ഇങ്ങനത്തെ ഒരു ട്രേഡ് റിലേഷൻ ആയത് പാകിസ്ഥാന് അതിഭയാനകമായ ഒരു അടിയായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ആ അവസ്ഥയിലാണ് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ട്രേഡ് നടക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ നിലപാടുകൾ മാറ്റാതെ ഇന്ത്യക്ക് ഇനി നയമാറ്റം ഉണ്ടാവില്ല. കാരണം ഒരുപാട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും സഹിക്കുകയും സഫർ ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ഊഴാണ്. അത് ഇപ്പോൾ മോഡി ഏതായാലും ഇനഫ് ഇസ് ഇനഫ് എന്ന് തക്ക കൃത്യ പോയിന്റിൽ പറയുന്ന ആളാണ്. അത് പറഞ്ഞിട്ടുകൊണ്ട് അതനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.